നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാൻ ഇതിലും നല്ല വഴി വേറെ ഉണ്ടാവില്ല. പെട്ടെന്നൊരു ഷുഗർ കാണുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര പാനിക് ആവും അല്ലേ? അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവും, അതിന് മെഡിസിൻസ് തുടങ്ങും. പിന്നെ ജീവിതകാലം മുഴുവൻ ആ മെഡിസിനിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം തീരെയില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സരസാക്കി QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്, ഷുഗറിൻ്റെ അതുപോലെ തന്നെ BP ഉള്ള വ്യക്തികളൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർ കറക്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അവർക്ക് മെഡിക്കേഷൻ ആവശ്യം വന്നിട്ടില്ല. അവർക്ക് ശരിക്കും ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡയറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, എക്സസൈസ്, വർക്കൗട്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് ഭയങ്കരമായിട്ട് അതായത് ഹൈ ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പൂർവാധികം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് കളയാനല്ല. നമ്മൾ ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണങ്ങൾ അതായത് നിയന്ത്രണം വെക്കണം, പക്ഷേ ഒരു സമയം ഭയങ്കരമായിട്ട് വാരി വലിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അല്ലെങ്കിൽ മൊത്തത്തിൽ ഭക്ഷണേ ഇല്ലാതെ അതായത് പട്ടിണി കിടന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരൊക്കെ മാക്സിമം ഒഴിവാക്കണം. ഒരിക്കലും ഷുഗർ വന്നു എന്നുള്ള രീതി അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഷുഗർ ലെവൽ കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പാനിക് ആവരുത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞ തരാം, ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ മാത്രം നിങ്ങൾ വരുത്തിയാൽ മതി. ഒന്നെന്ന് വെച്ചാൽ ഈറ്റ് ബാലൻസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് എന്ന് വെച്ചാൽ കാർബ് ടോട്ടലി അവോയ്ഡ് ചെയ്യുക. ഇനി അല്പം നമുക്കറിയാം നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് പോകേണ്ടെങ്കിൽ അല്പം കാർബ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ചില ഷുഗർ പേഷ്യൻറ്റ് അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, പ്രീ ഡയബറ്റിക് ആൾക്കുള്ള വ്യക്തികൾക്ക് കാർബ് നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യണം. അതിന് പകരം നിങ്ങൾക്ക് അല്പം നമുക്ക് റൈസ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ധാന്യങ്ങളായിട്ട് നമ്മൾ ഈ മട്ടരി കുത്തേരി പോലത്തെ റൈസ് ഉണ്ടാവും അല്ലേ, അത് അല്പം നമ്മളൊരു 1 കപ്പ് എന്ന് പറയാം, ആ കപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും മെഷർ ചെയ്യണം. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എല്ലാവരോടും പറയുന്ന കാര്യം, നിങ്ങൾ എപ്പോഴും ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലത് ടേസ്റ്റ് ആണെന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് കഴിക്കരുത്, അതിനൊരു കൺട്രോൾ വേണം. ഹെൽത്തിയാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് കഴിക്കരുത്, അതിനും നമ്മൾ കൺട്രോൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അല്പം നമ്മൾ മാത്രം എടുക്കുക. അതായത് ഒരു കപ്പ് നമ്മൾ എടുക്കുക, അതിൽ ധാരാളം നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഒരു സൈഡിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, മുളപ്പിച്ച പയറുകൾ ആഡ് ചെയ്യുക, യോഗേട്ട്, കേട്, അതുപോലത്തെ പുളിക്കാത്ത തൈര് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് കാർബും ഒരുപാട് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഗ്ലൈസീമിക് ഇൻഡെക്സ് പെട്ടെന്ന് സ്പൈക്ക് ആവാൻ, അതായത് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. അതിപ്പം പയറുവർഗ്ഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇലക്കറികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അതൊക്കെ ധാരാളം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലീൻ പ്രോട്ടീന് നമ്മൾ ആഡ് ചെയ്യുക. അതായത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചിക്കൻ, ഫിഷ്, ടോഫു, എഗ്ഗ്, ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ്സ് ഉദ്ദേശിക്കുന്നത് നട്ട്സ്, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ അവക്കാഡോ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓയിൽ എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ഫാറ്റാണ് അല്ലേ, അതൊരിക്കലും ബേൺ ചെയ്യാതെ നമ്മൾ ജസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ പുറത്തുനിന്ന് അവരൊരിക്കലും ശ്രദ്ധിക്കില്ല, നമ്മളൊരിക്കലും ജ്യൂസ് ആഡ് ചെയ്യും. അപ്പോൾ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് എന്താണെങ്കിലും ജ്യൂസ്, അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ജ്യൂസ് അവർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫൈബർ ലോസ്റ്റ് ആവുന്നത്, അതായത് അവർ അരിച്ചിട്ടാണ് തരുന്നത്. അതിൽ ഒരുപാട് ഷുഗർ അവർ ആഡ് ചെയ്യുന്നുണ്ടാവും. അവർ പറയില്ല ഷുഗർ ആഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്പം ഷുഗർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈബർ ലോസ്റ്റ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് എന്തുണ്ടാവും, ഒറ്റയടിക്ക് ഷുഗർ കൂടാനും സാധ്യതയുണ്ട്. കാരണം ഫ്രൂട്ട്സിലൊക്കെ ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ കുറഞ്ഞതുകൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ എടുക്കണം. പുറത്തുനിന്നുള്ള ജ്യൂസ് അതൊക്കെ ഒഴിവാക്കുക. അധികം വൈറ്റ് റൈസ്, പ്രത്യേകിച്ച് വൈറ്റ് റൈസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. നമ്മളിപ്പം വീട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഡയറ്റ് നോക്കണ്ടേ, നമുക്കിപ്പം ശരിക്കും പറയാം ശരിയാ, പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം
പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴും കുറച്ച് സേഫ് ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മട്ടരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, അതായത് നമ്മളിപ്പോൾ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് കാരണം അതിലൊക്കെ എന്ന് വെച്ചാൽ ഫ്രക്ടോസ് കൂടുതലായിട്ടാണ് വരുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇളനീര് കുടിക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളം കുടിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഷുഗർ പേഷ്യൻസ്, അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. ഇനി ഷുഗർ കൺട്രോൾ ചെയ്യണമെന്ന് ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് ഷുഗർ ആണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വരിക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഡയറ്റിൽ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യണം, അത് ആരാണെങ്കിലും. അപ്പം ആ പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് മോണിറ്ററും ചെയ്യണം. ഒന്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ചായിട്ട്, അതായത് ഇത്ര ഇങ്ങനെ ഒരു കപ്പ് എടുക്കുന്നതിന് പകരം നമ്മളൊരു അല്പമായിട്ട് നമ്മളൊരു വൺ ഡേ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഒറ്റയടിക്ക് എന്തുണ്ടാവും, ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ തന്നെ പ്രോട്ടീനും ഫാറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റും ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിൽ, അതുപോലെ തന്നെ വാക്കിംഗ് ആണെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നമ്മളെപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതെന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്നുള്ള കാര്യം. ഇനി ജസ്റ്റ് ഒന്ന് തുള്ളി കളിക്കാനാണെങ്കിലും അതും നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ എക്സസൈസ് നമ്മൾ ചെയ്യുക, സ്റ്റാർട്ടിങ് ചെയ്യുക. പിന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഹവർ നമ്മൾ വെക്കുക, ഒരു 1 ഹവറിലോട് കൂടി ചെയ്യാൻ വേണ്ടി. കാരണം സ്റ്റാർട്ടിങ്ങിന് ഒരുപാട് സമയം എടുക്കും, നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ എല്ലാ ദിവസവും അല്പം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചില ആൾക്കാർക്ക് നടക്കാൻ ഇഷ്ടമെങ്കിൽ അതേപോലെ തന്നെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷെ നടത്തം മാത്രം ആവരുത്, അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ രീതിയിൽ എന്താ പറയുക എക്സസൈസുകൾ ചെയ്യണം. അതായത് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ യോഗ ചെയ്യണം, അതും നല്ലതാണ് ശരീരത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ, കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അതുപോലെ തന്നെ ചെയ്യാം. ചില ആൾക്കാർക്ക് ഇപ്പോൾ സൈക്ലിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അതും നല്ലത്. അതുപോലെ തന്നെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യണം. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, സ്ട്രെസ് ഹോർമോൺ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെയിറ്റ് അല്പം കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ഡയറ്റ് എടുത്തിട്ടും അവർക്ക് ഒരു മാറ്റവും വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർക്ക് ഭയങ്കരമായിട്ട് വർക്കിൻ്റെ പ്രഷറുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും, വെയിറ്റ് മാനേജ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്ട്രെസ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ട് യോഗ ചെയ്യുക, നമുക്ക് വർക്കൗട്ട് ചെയ്യുക. പിന്നെ എന്താണ് സ്ട്രെസ് ഉള്ളത് അതിൽ നിന്ന് മാറി നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 7 to 8 hours ഓഫ് കറക്റ്റായിട്ടൊരു സ്ലീപ്പ് നമുക്ക് എപ്പോഴും കിട്ടണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി അല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 7 to 8 hours സ്ലീപ്പ് എന്ന് പറഞ്ഞു. അപ്പം ക്വാണ്ടിറ്റി അല്ല അതിൽ വേണ്ടത്, അതിൽ എത്രത്തോളം ക്വാളിറ്റി ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നല്ല സ്ലീപ്പായിരിക്കണം. സ്ട്രെസ്സുള്ള വ്യക്തികൾക്ക് ആ ഒരു സ്ലീപ്പ് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥയുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നം ഇങ്ങനെയുള്ളവർക്കൊന്നും ആ കറക്റ്റായിട്ട് സ്ലീപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ഒരു സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡയറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് മാനേജ് ചെയ്യാനും ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മളെപ്പോഴും ബ്ലഡ് ഷുഗർ ലെവൽ എപ്പോഴും മോണിറ്റർ ചെയ്യണം. അത് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലാത്ത ആൾക്കാണെങ്കിൽ എല്ലാ വ്യക്തികളും നമ്മളെപ്പോഴും ബ്ലഡ് ഷുഗർ ആണെങ്കിലും BP ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്ലി ചെക്കപ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 weeks കൂടുമ്പോൾ വൺസ് ഒരു ചെക്കപ്പ് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാരാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു മാറ്റം നിങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ സരസ്യ KQNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.